ഒരു പേരിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് പല പേരുകൾ ഉണ്ടാവല് ഇലക്ഷൻ തീരുമാനത്തിന് മുമ്പ് സ്വാഭാവികമല്ലേ. അതിലെന്താ പുതുമ? ഒരു മണ്ഡലത്തിൽ ഒന്നിലധികം പേരുകൾ വരും, അത് ചർച്ച ചെയ്യും, ഓരോ കക്ഷികൾ ഓരോ നിലപാട് പറയും. അൻവർ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി ആണല്ലോ. അൻവറിൻ്റെ അത് പറയാൻ, അൻവറിൻ്റെ അഭിപ്രായങ്ങൾ പറയാം. അവസാനം അതിലൊരു സമന്വയം ഉണ്ടാവും. ആ നിലയിലാണല്ലോ കാര്യങ്ങൾ പോവുക. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. യു ഡി എഫ് ഒരു തീരുമാനമെടുത്തു. അൻവറിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ പൊതുവായി ഒരു സമന്വയം ഉണ്ടാവും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇലക്ഷനിൽ എനിക്ക് തോന്നുന്നു യു ഡി എഫ് ഒറ്റക്കെട്ടായിരിക്കും. അൻവർ യു ഡി എഫിനോട് സഹകരിക്കും എന്നാണ് പറയുന്നത്. അൻവർ പറഞ്ഞേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പല ഘട്ടങ്ങളിൽ. അപ്പം അൻവർ ഇപ്പോഴും വിയോജിപ്പാണ് രേഖപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് വി എസ് ജോയിക്ക് ഗോഡ് ഫാദർ ഇല്ലാത്തതുകൊണ്ടാണ് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കാതിരുന്നത്. മാത്രമല്ല, ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ഷൗക്കത്തിന് ഒരിക്കലും പിണറായി വിജയനെ തോൽപ്പിക്കാനാകില്ല എന്ന കാര്യവും പറയുന്നുണ്ട്. കാരണം ഇടതുപക്ഷവുമായി അത്ര അടുത്ത് നിൽക്കുന്നതാണ്. ഒരുപക്ഷെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാകാൻ നിൽക്കുന്ന ഒരാളാണ്. എല്ലാവർക്കുമുള്ള കാര്യങ്ങൾ അതിനെങ്ങനെയാണ് നോക്കിക്കാരണം. മാത്രമല്ല സഹകരിക്കില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ എനിക്ക് നന്നായി എൻ്റെ ലിമിറ്റിൽ നിൽക്കാൻ അറിയാം. ഞാൻ എൻ്റെ ലിമിറ്റുകളൊന്നും ക്രോസ് ചെയ്യില്ല. അതൊന്നും ഞാൻ മറുപടി പറയേണ്ട ക്വസ്റ്റ്യൻസ് അല്ല. അതൊക്കെ നിങ്ങൾക്ക് കോൺഗ്രസിനോട് ചോദിക്കാം, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോട് ചോദിക്കാം. അൻവർ ധാരാളം ചർച്ച നടത്തിയിരുന്നു, സംസാരിച്ചിരുന്നു, ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ യു ഡി എഫ് കോഴിക്കോട് ചേർന്ന യു ഡി എഫിൽ അൻവറിനെ സംബന്ധിച്ചുള്ള ചർച്ച വിശദമായി നടന്നല്ലോ. അതിനുശേഷമുള്ള നിലപാട് യു ഡി എഫ് പറയുകയും ചെയ്തു. യു ഡി എഫിൻ്റെ ചെയർമാൻ അധികാരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ മുമ്പ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് പല ചർച്ചകളും പല തട്ടിൽ നടന്നിട്ടുണ്ട്, നടക്കുക സാധാരണയാണ്. അഭിപ്രായങ്ങൾ പലതും വന്നിട്ടുണ്ടാവും. ഇനി എല്ലാവരും ഒരു തീരുമാനത്തിലേക്ക് വരും എന്നാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത്. ഈ പിണറായിക്കെതിരെ പറഞ്ഞുകൊണ്ട് അൻവർ പുറത്തേക്ക് വരികയും ഇപ്പൊ അൻവർ തന്നെ ഷൗക്കത്ത് വലതുപക്ഷത്തെ ഇടതുപക്ഷവാദി എന്നാണ് ഷൗക്കത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികം ചർച്ചയാവില്ല, ആളുകൾ നോക്കിക്കാണും. അല്ല, നിങ്ങൾക്കിതൊക്കെ ചർച്ച ആക്കാം, ചർച്ച ആവും എന്ന് ഉറപ്പ് തന്നെയാണ്. പക്ഷേ ഞങ്ങൾ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞുകൊള്ളണം എന്നില്ല. ഞങ്ങളിപ്പോൾ ഇനി തെരഞ്ഞെടുപ്പിൽ മുഴുകാൻ പോവല്ലേ. നാളെ യു ഡി എഫിൻ്റെ നേതാക്കളൊക്കെ വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ അവരോട് ചോദിക്കാം. ലീഗിന്റെ ഒരു വക്താവ് അതിന്റെ ലിമിറ്റിൽ നിന്നേ സംസാരിക്കുള്ളൂ. അപ്പൊ നമുക്കത് ആലോചിച്ച് തീരുമാനം പറയുന്നവരെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ക്വസ്റ്റ്യൻസും അതുവരെ പെൻഡിങ്ങിൽ വെക്കുക. അല്ല, അങ്ങനെ ഫോർകാസ്റ്റ് ഒന്നും പറയേണ്ട വിഷയങ്ങളല്ലല്ലോ. അത് അവരാലോചിച്ച് അവർ പറയട്ടെ. അപ്പൊ നമുക്കറിയാം. മത്സരിക്കുന്ന സാധ്യത തള്ളുന്നില്ല. 2 ദിവസം മണ്ഡലത്തിലെ സ്ഥിതിഗതികൾ പരിശോധിച്ചതിന് ശേഷം മാത്രം മത്സരിക്കണോ വേണ്ടേ? ഞാനതാ പറഞ്ഞത്. ആ വിഷയം സംബന്ധിച്ച് പറഞ്ഞ പോലെ അവരെന്ത് പറയുന്നു എന്ന് 2 ദിവസം കാത്തിരുന്ന് നമുക്ക് നോക്കുക എന്നല്ലാതെ അതിനെപ്പറ്റി ഒരു പ്രവചനം നടത്താൻ ഞാൻ ആളല്ല. പക്ഷേ യു ഡി എഫ് ഒറ്റക്കെട്ടായി, കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു, ഇനി യു ഡി എഫ് ഒറ്റക്കെട്ടായി നിൽക്കും. അൻവർ അതിനോട് സഹകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.